Hello everyone. So today we discuss about periodic trends in physical properties. So first നമ്മൾ കാണുന്നത് atomic radius ആണ്. Atomic radius. So general trends in periodic table ആണ് നമ്മൾ കാണുന്നത്. First one is atomic radius. Okay. Atomic radius. What is atomic radius? Atomic radius means half the internuclear distance between two atoms. Half the internuclear distance between two atoms. നമുക്ക് atomic radius മൂന്ന് രീതിയിൽ represent ചെയ്യാം. So covalent radius, metallic radius and van der Waals radius. So what is covalent radius? എന്താണ് ഈ മൂന്നെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. First is covalent radius. Half the internuclear distance between two nuclei of atoms bonded by a single covalent bond. So single covalent bond വഴിയാണ് bond ചെയ്തിരിക്കുന്നതെങ്കിൽ internuclear distance between two nuclei of atom bonded by single covalent bond. So അതാണ് covalent radius എന്ന് പറയുന്നത്. Then metallic radius എന്ന് പറഞ്ഞാൽ എന്താണ്? If the atoms are bonded through metallic bond, atoms metallic bond വഴിയാണ് bond ചെയ്തിരിക്കുന്നതെങ്കിൽ half the internuclear distance between the nuclei of two adjacent atoms in a metallic crystal. അതായത് ഒരു മെറ്റാലിക് ബോണ്ട് വഴിയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ മെറ്റാലിക് ബോണ്ട് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മെറ്റാലിക് റേഡിയസ്. ഹാവ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയൈ ഓഫ് ടു അഡ്ജസന്റ് ആറ്റംസ് ഇൻ എ മെറ്റാലിക് ബോണ്ട്, ദാറ്റ് ഈസ് മെറ്റാലിക് റേഡിയസ്. നൗ വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം ചില സ്പീഷീസ് എന്താണ് കോവാലന്റ് ബോൺസ് ഫോം ചെയ്യത്തില്ല, നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസ് ഉണ്ട്. സോ അവരുടെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യും. നോൺ ബോണ്ടഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആറ്റംസ് ഏതൊക്കെയാണ്? നോബൽ ഗ്യാസ് ഒക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്, നോൺ ബോണ്ടഡ് ആയിട്ടുള്ള. സോ അവിടെ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യും. സോ വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ nuclei of two adjacent non-bonded atoms. That's very important. Non-bonded atoms of neighboring molecule in a solid state. Solid state ആണ് കൺസിഡർ ചെയ്യുന്നത്. Non-bonded atoms in the case, adjacent non-bonded atoms of neighboring molecule internuclear distance. അതാണ് വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പം വാൻ ഡെർ വാൾസ് റേഡിയസ് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തായിരിക്കും? നോൺ ബോണ്ടഡ് ആറ്റംസിന്റെ കേസ് ആണെന്ന് ഓർക്കുക. എക്സാമ്പിൾ ആണ് നോബൽ ഗ്യാസ് എന്ന് പറയുന്നത്. So these are the three different types of radius. Atomic radius നമ്മൾ മൂന്ന് രീതിയിൽ പറയും: covalent radius, metallic radius and van der Waals radius. ഇനിയിപ്പോ ഇതൊരു നമ്മൾ കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ഒരു സ്പീഷീസിന്റെ വാൻ ഡെർ വാൾസ് റേഡിയസും മെറ്റാലിക് റേഡിയസും കോവാലന്റ് റേഡിയസും കൺസിഡർ ചെയ്യുമ്പോൾ വാൻ ഡെർ വാൾസ് റേഡിയസ് ആയിരിക്കും will be the longest one. വാൻ ഡെർ വാൾസ് radius greater than metallic radius, greater than covalent radius. So, in relation ഓർക്കുക, van der Waals radius ആണ് greater than metallic and covalent radius. This is the order. Now, coming to the trends. Trends in periodic table നമ്മൾ atomic radius പറയുവാണെങ്കിൽ across the period, അതായത് നിങ്ങൾ ഈ ട്രെൻഡ് പഠിച്ചേ പറ്റത്തുള്ളൂ. അറ്റോമിക് റേഡിയസിന്റെ കേസിൽ ജനറൽ ട്രെൻഡ് ആണ് പറയുന്നത്. ജനറൽ ട്രെൻഡ് അറ്റോമിക് റേഡിയസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് പീരീഡിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുവാണ്. വാട്ട് ഈസ് ദ റീസൺ? അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? പീരീഡിൽ നമുക്കറിയാം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും പീരീഡിൽ നമ്പർ ഓഫ് ഷെൽസ് എന്താണ്? റിമെയിൻസ് സെയിം. നമ്പർ ഓഫ് ഷെൽസ് റിമെയിൻസ് സെയിം. അതായത് ഇലക്ട്രോൺസ് എന്താണ്? ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദി സെയിം ഷെൽ. ഒരേ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. Then what about the case of ഗ്രൂപ്പിന്റെ കേസിൽ എങ്ങനെയാണ്? ഗ്രൂപ്പിൽ നമുക്കറിയാം ടോപ്പ് ടു ബോട്ടം, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് താഴേക്ക് വരുമ്പോഴത്തേനും ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണ്. റീസൺ എന്തായിരിക്കും? ഗ്രൂപ്പിൽ നമുക്കറിയാം നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്, ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ന്യൂ ഷെൽ. ഓരോ പുതിയ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ന്യൂ ഷെൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. സോ ദിസ് ഈസ് ദ വേരിയേഷൻ. പീരീഡില് അറ്റോമിക് റേഡിയസ്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്, ടോപ്പ് ടു ബോട്ടം അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്.
Now coming to ionic radius. Ionic radius in the trend same ആണ്. Periodic table ionic radius in the trend atomic radius പോലെ തന്നെയാണ്. So ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. Left to right, അതായത് പീരീഡിൽ from left to right atomic radius decrease ചെയ്യുന്നു, and top to bottom ഗ്രൂപ്പിൽ top to bottom atomic radius ionic radius increase ചെയ്യുന്നു. Ionic radius ന്റെ trend same as that of atomic radius. Okay, പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് അയോണിക് റേഡിയസിന്റെ കേസ് വരുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓർക്കണം the species with the lowest number of proton number കുറവുള്ളതിന് lowest number of protons ഉള്ളതായിരിക്കും largest ionic radius അതിനായിരിക്കും largest ionic radius. So ആ ഒരു റിലേഷൻ ഓർക്കുക, ഒരു ബഞ്ച് ഓഫ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് സ്പീഷീസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏതിനാണ് അയോണിക് റേഡിയസ് ഹയർ എന്ന് ചോദിച്ചാൽ ഏതിനായിരിക്കും അയോണിക് റേഡിയസ് ഹയർ? ലോവസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺ നമ്പർ കുറവുള്ളതിനായിരിക്കും ലാർജസ്റ്റ് അയോണിക് റേഡിയസ്. സോ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ionic and atomic radius. Now one question നോക്കിയേ. Across a period atomic size decreases. However, noble gases have largest size because of what? Options: covalent radii, van der Waals radii, ionic radii, metallic or crystal radii. ഏതാണ് റീസൺ? നോബൽ ഗ്യാസിന്റെ കേസ്, നോബൽ ഗ്യാസ് നോൺ ബോണ്ടഡ് ആറ്റമാണ്. നോൺ ബോണ്ടഡ് ആറ്റത്തിന്റെ കേസിൽ ഏത് റേഡിയ എന്നാണ് പറയുന്നത്? വാൻ ഡെർ വാൾസ് റേഡിയ ആണ്. സോ the answer is van der Waals radii. Van der Waals radii is the answer. Atomic size decreases across a period, but noble gas have largest size because of van der Waals radii. Okay. Now the second property is ionization enthalpy. Second one is ionization enthalpy. Ionization enthalpy എന്ന് പറയുന്നത് എന്താണ്? ionization enthalpy അല്ലെങ്കിൽ ionization potential, ionization energy എല്ലാം സെയിം ആണ്. എന്താണ് ionization energy എന്ന് പറയുന്നത്? Minimum amount of energy required to remove an electron from the outermost shell of an isolated gaseous atom. That is very important. ഒരു isolated gaseous atomത്തിന്റെ outermost shellൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് അയണൈസേഷൻ എനർജി. സോ ആ കണ്ടീഷൻ ഓർക്കണം. ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി, ദാറ്റ് ഈസ് അയണൈസേഷൻ എനർജി. സോ ആദ്യത്തെ സക്സസീവ് അയണൈസേഷൻ എനർജി തന്നെയാണ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എല്ലാം സെയിം ആണ്. അപ്പം സക്സസീവ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ അതായത് പോസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ളതാണ്. ദെൻ അടുത്ത ഒരു ഇലക്ട്രോണിനെയും കൂടെ റിമൂവ് ചെയ്യാനുള്ളതാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതുപോലെ തേർഡ്, ഫോർത്ത്, അങ്ങനെ സക്സസീവ് അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അലുമിനിയത്തിന്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അലുമിനിയം നിങ്ങൾ നോക്കുവാണെങ്കിൽ അലുമിനിയം അറ്റോമിക് നമ്പർ 13 ആണ്, 13. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 283. ഓക്കെ, അയണൈസേഷൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ദിസ് വൺ ഈസ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. നോക്കിയേ, അലുമിനിയം ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് അലുമിനിയം എന്തായിട്ട് മാറി? അലുമിനിയം Al+ ആയിട്ട് മാറി. Al+. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു നോക്ക്, 283 ആയിരുന്നു കോൺഫിഗറേഷൻ. ഇവിടെ വന്നപ്പോൾ 282 ആയി മാറി, Al+ ആയിട്ട് മാറി, അയോൺ ആയിട്ട് മാറി. സോ എനർജി ഇവിടെ ഉപയോഗിച്ച എനർജിയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. പോസ്റ്റ് അയോണൈസേഷൻ എനർജി അതെന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആണ്. കാരണം ഗേഷ്യസ് ആയിട്ടുള്ള ന്യൂട്രൽ ഐസൊലേറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുക്കണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി കൊടുക്കണം. സോ അതുകൊണ്ടാണ് അവിടെ ഒരു പോസിറ്റീവ് വാല്യൂ വന്നിരിക്കുന്നത്. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? സോ ദിസ് ഈസ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്തിരുന്നു? Al+ അയോൺ ആയിട്ട് മാറി. ഈ Al+ അയോണിൽ നിന്ന്
വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ Al പ്ലസ് ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, 2A2 എന്ന് പറയുന്നതിന്റെ അകത്ത് നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. റിമൂവ് ചെയ്ത് എന്തായിട്ട് മാറി? Al പ്ലസ് Al2 പ്ലസ് ആയിട്ട് മാറി. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ 2A2 ൽ നിന്ന് 2A1 കോൺഫിഗറേഷൻ ആയിട്ട് മാറി. നൗ നമുക്ക് പഠിക്കാൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ, ഹയർ വാല്യൂ ആയിരിക്കും. ഈ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ഹയർ ആയിരിക്കും കമ്പയർഡ് ടു ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. റീസൺ എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഗേഷ്യസ്, ഐസൊലേറ്റഡ് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന്, ന്യൂട്രൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിരുന്നു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അയോൺ ആയിട്ട് മാറി. ഈ അയോണിക് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ എനർജി കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഹയർ ദാൻ ദ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി, ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ് അയോൺ ദാൻ ഫ്രം എ ന്യൂട്രൽ ആറ്റം. ഇനി തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾ നോക്കുവാണെങ്കിൽ Al2 പ്ലസ് അയോണിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി, Al2 പ്ലസ് Al3 പ്ലസ് ആകാൻ വേണ്ട എനർജിയാണ്. 281 കോൺഫിഗറേഷൻ എന്തായിട്ട് മാറി? 28 ആയിട്ട് മാറി. ഈ തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയെക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി വിൽ ബി ഹയർ ദാൻ ദ സെക്കൻഡ്. സോ അതാണ് ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നൗ വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, ഡിഫറെന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി അഫക്ട് ചെയ്യുന്ന പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റോമിക് നമ്പർ, atomic size or number of shells, atomic size or number of shell ആണ്. So ionization enthalpy it is inversely proportional to atomic size. എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, greater the size of atom, easier is the removal of the valence electron. സൈസ്, ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാലൻസ് ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. കുറച്ച് എനർജി, വളരെ കുറച്ച് എനർജി കൊടുത്ത് നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും, ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? അറ്റോമിക് സൈസും അയണൈസേഷൻ എൻതാൽപ്പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സൈസ് കൂടുന്നതനുസരിച്ച് വളരെ ലോവർ എനർജി കൊടുത്ത് നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. നൗ ദ സെക്കൻഡ് ഫാക്ടർ ഇസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അയണൈസേഷൻ എൻതാൽപ്പി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓർക്കുക. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഹാഫ് ഫിൽഡ് ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആണ്, എക്സ്ട്രാ സ്റ്റേബിൾ ആണ്, അല്ലെ? അപ്പൊ ഇവിടെ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. എക്സ്ട്രാ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം കുറച്ച് എനർജി ഒന്നും കൊടുത്താൽ പോരാ, ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. അപ്പം സ്റ്റേബിൾ കോൺഫിഗറേഷന്റെ കേസിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? ഹയർ ആയിരിക്കും. സോ നോക്കുക, ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം a stable configuration requires more energy. Ionization energy എന്തായിരിക്കും? ഹയർ ആയിരിക്കും. നിങ്ങൾ ജനറൽ ട്രെൻഡ് നോക്കുമ്പോൾ നമുക്കറിയാം, നെക്സ്റ്റ് നമ്മൾ അതാണ് കാണുന്നത്. അയണൈസേഷൻ എൻതാൽപ്പി നോർമലി നൈട്രജനെയും ഓക്സിജനെയും വെച്ച് പറയുമ്പോൾ ജനറൽ ട്രെൻഡ് അനുസരിച്ച് നൈട്രജന്റെ അയണൈസേഷൻ എൻതാൽപ്പിയെക്കാട്ടിലും കൂടുതൽ ഓക്സിജന്റെ അയണൈസേഷൻ എൻതാൽപ്പിയാണ് വരേണ്ടത്. ജനറൽ ട്രെൻഡ് നമ്മൾ ഇനി കാണും. പക്ഷെ ഇവിടെ ഈ ഒരു റീസൺ കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു, കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണെങ്കിൽ, സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് ഈസിയർ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ കളയണമെങ്കിൽ, റിമൂവ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ എനർജി, ഹൈ എനർജി കൊടുക്കണം. അതായത് അയണൈസേഷൻ എനർജി ഹയർ ആയിരിക്കും. നിങ്ങൾ നൈട്രജൻ ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ കാണാൻ പറ്റും, നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ is 1s2, 2s2 and 2p3. Then oxygen atomic number 8, electronic configuration is 1s2, 2s2 and 2p4. Okay, ഇവിടെ നമുക്കറിയാം പിയിലെ മാക്സിമം ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6 ആണ്. നൈട്രജൻ ഇവിടെ 3 ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹാഫ് ഫിൽഡ്. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹാഫ് ഫിൽഡ് ആണ്, ഹാഫ് ഫിൽഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്സിജൻ അങ്ങനെയൊന്നുമല്ല. അപ്പം എന്തായിരിക്കും? ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മോർ സ്റ്റേബിൾ ആണെങ്കിൽ അയണൈസേഷൻ എനർജി ഹയർ ആയിരിക്കണം. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം. അതുകൊണ്ട് തന്നെ നൈട്രജന്റെയും ഓക്സിജന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൺസിഡർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഇസ് ഗ്രേറ്റർ ദാൻ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ. സോ അതാണ് ആ ഒരു എക്സെപ്ഷണൽ കേസ് നിങ്ങൾ ഓർക്കേണ്ടതാണ്.
Now comes the general trend. Electron ionization enthalpy general trend ആണ് periodic table general trend ആണ് പറയുന്നത്. ഓർത്തിരിക്കണം across the period, അതായത് from left to right period left to right ionization enthalpy, ionization energy increases. Down the group, top to bottom, താഴേക്ക് പോകുന്തോറും ionization enthalpy decreases. Okay. Now different, അതായത് 1 to 60 atomic number വരുന്ന elementsന്റെ electron ionization enthalpy post ionization enthalpy ഗ്രാഫ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ഏറ്റവും മാക്സിമം വാല്യൂ വന്നിരിക്കുന്ന ആർക്കാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ. ഇതെന്താണ്? നോബൽ ഗ്യാസസ് ആണ്. നോബൽ ഗ്യാസിന് മാക്സിമം വാല്യൂ ആണ്. എന്തുകൊണ്ടായിരിക്കും? നോബൽ ഗ്യാസ് നമുക്കറിയാം ദേ ആർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉള്ളവരാണ് നോബൽ ഗ്യാസ്. അപ്പം സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ ഉള്ള ഒരാളിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണം. സോ അയണൈസേഷൻ എനർജി ഹയർ ആയിരിക്കും. അതുകൊണ്ടാണ് നോബൽ ഗ്യാസിന്റെ മാക്സിമം വാല്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാം ഏറ്റവും താഴെ വന്നിരിക്കുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ദീസ് ആർ ആൽക്കലി മെറ്റൽസ്. വാല്യൂ അയണൈസേഷൻ എൻതാൽപ്പി, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ലോവർ ആണ്. എന്തുകൊണ്ടായിരിക്കും? വാട്ട് ഈസ് ദ റീസൺ? ലോവർ അയണൈസേഷൻ എൻതാൽപ്പി. നമുക്കറിയാം ആൽക്കലി മെറ്റൽസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ബാലൻസ് ഷെല്ലിൽ ദർ ഇസ് ഓൺലി 1 ഇലക്ട്രോൺ, ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസിയർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എനർജി കൊടുത്ത് നമുക്ക് ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ അയണൈസേഷൻ എൻതാൽപ്പി ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി, അയണൈസേഷൻ എനർജി വാല്യൂ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. ഇനി കുറച്ച് എക്സെപ്ഷണൽ കേസ് നമ്മൾ ജനറൽ ട്രെൻഡ് അനുസരിച്ച് പറഞ്ഞപ്പം പീരീഡിൽ അക്രോസ് ദി പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്യുന്നു? അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുവാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലിഥിയം, ബോറോൺ, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ബെർലിയവും ബോറോണും, ബെർലിയം കഴിഞ്ഞാണ് ആക്ച്വലി ബോറോൺ വരുന്നത്. സോ അക്രോസ് ദി പീരീഡ് എന്താണ്? അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ബെർലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പിയെക്കാട്ടിലും ഹയർ വാല്യൂ ആണ് ആർക്ക് വരേണ്ടത്? ബോറോണിന് വരേണ്ടത് അല്ലെ? ബോറോണിന്റെ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കണം. ജനറൽ ട്രെൻഡ് അനുസരിച്ച് ബോറോണിന്റെ അയണൈസേഷൻ എൻതാൽപ്പി ആണ് ഗ്രേറ്റർ ദാൻ ബെർലിയം വരേണ്ടത്. ബട്ട് നിങ്ങൾ ഈ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ബെർലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി ആണ് higher compared to boron. What is the reason? When you look at the electronic configuration, beryllium electronic configuration 1s2, 2s2. Then boron 5 atomic number 1s2, 2s2, 2p1. Look at the configuration. നമുക്ക് കാണാൻ പറ്റും this is completely filled configuration. This is not. അല്ലെ? ബെർലിയത്തിന്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. സോ ബെർലിയം മോർ സ്റ്റേബിൾ ആണ്, കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി വേണം. അതുകൊണ്ടാണ് ബെർലിയവും ബോറോണും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ജനറൽ ട്രെൻഡ് അല്ല അവിടെ നടക്കുന്നത്. ബെർലിയത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി ഹയർ കമ്പയർഡ് ടു ബോറോൺ. സെയിം കേസ് ആണ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ എക്സാമ്പിൾ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ടൈമിൽ തന്നെ പറഞ്ഞു നൈട്രജൻ ഓക്സിജന്റെ കേസ്. അതുപോലെ തന്നെയാണ് മഗ്നീഷ്യം ആൻഡ് അലുമിനിയം, മഗ്നീഷ്യം, അലുമിനിയം, ദെൻ ഫോസ്ഫറസ്, സൾഫർ. ഇതെല്ലാം ഇങ്ങനെയുള്ള ഇതേ കേസിൽ വരുന്നതാണ്. എക്സെപ്ഷണൽ കേസസ് ആണ്, ഓർത്തിരിക്കണം. മഗ്നീഷ്യവും അലുമിനിയം വെച്ച് നോക്കുമ്പോൾ ട്രെൻഡ് അനുസരിച്ച്, ജനറൽ ട്രെൻഡ് അനുസരിച്ച് അലുമിനിയത്തിനായിരിക്കണം അയണൈസേഷൻ എൻതാൽപ്പി ഹയർ വരേണ്ടത്. ബട്ട് എന്താണ്? എക്സ്ട്രാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കൊണ്ട് മഗ്നീഷ്യത്തിന്റെ അയണൈസേഷൻ എൻതാൽപ്പി ആണ് ഹയർ കമ്പയർഡ് ടു അലുമിനിയം. ഓക്കെ, സോ അത് ഓർത്തിരിക്കേണ്ടതാണ് എക്സെപ്ഷണൽ കേസസ്. ദെൻ one problem. So നമുക്കൊരു പ്രോബ്ലം നോക്കാം. Atomic number of vanadium, chromium, manganese and iron are respectively 23, 24, 25, 26. Which one of these may expected to have the highest second ionization enthalpy? അതായത് 4 എലമെന്റ്സ് തന്നിട്ടുണ്ട്, വനേഡിയം, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയൺ. അവരുടെ atomic number is also given. Atomic number vanadium, atomic number is 23. Then chromium atomic number 24. Chromium case ഓർക്കേണ്ടതാണ്, കോൺഫിഗറേഷനിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, മാംഗനീസ് 25, then iron 26.
Then നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഇതിൽ ആരുടെ ആയിരിക്കും ഹയസ്റ്റ് എന്നാണ്. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി അറിയുന്നതിന് മുമ്പ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി നമുക്ക് നോക്കണം. സോ ഇതിന് എന്താണെങ്കിലും അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. സോ യു ഫസ്റ്റ് റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഇപ്പൊ 23 ആണെങ്കിൽ നമുക്ക് എഴുതാം വനേഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ. Then argon 18 ആണ്. Then 4s2 3d 3. Then chromium argon 3d 4s. നമുക്കറിയാം 4s2 3d 4 ആണ് നമ്മൾ എഴുതി വരുന്നത്. 18 + 2 20 24. പക്ഷെ നമുക്കറിയാം ഇതിന്റെ കോൺഫിഗറേഷൻ ശരിക്കുള്ള കോൺഫിഗറേഷൻ എന്താണ്? ആർഗൺ 3d5 4s1 ആണ്. റീസൺ നിങ്ങൾക്ക് അറിയാലോ, 3d5 ആവുമ്പോൾ മോർ സ്റ്റേബിൾ ആവും. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആവുന്നത് കൊണ്ടാണ് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ വരുന്നത്. ദെൻ മാംഗനീസ് നമ്മൾ നോക്കുവാണെങ്കിൽ 25 എങ്ങനെ എഴുതാം? ആർഗൺ, ദെൻ 3d 4s, argon 18 2 5. Then this one argon 3d 4s2 3d 6. Okay, ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വനേഡിയം, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയൺ. നൗ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള എനർജിയാണ്. അപ്പൊ ഈ കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കുക, ഒരു ഇലക്ട്രോൺ പോകുന്നു 3d3 ഉണ്ട്, 4s2 ഉണ്ട്. 3d3 4s2. ഇത് 4s2 എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് ഇലക്ട്രോൺ പോകുന്നത് ഇവിടുന്നായിരിക്കും. സോ കോൺഫിഗറേഷൻ ആർഗൺ 3d2 4s2 ആണ്. ദെൻ ക്രോമിയത്തിന്റെ കേസിലാണെങ്കിൽ ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, അതായത് ഒരു ഇലക്ട്രോൺ പോകുന്നു 3d5 എന്ന് വരും, 4s0. ദെൻ മാംഗനീസിന്റെ കേസിൽ മാംഗനീസ് 3d5 4s1. ദെൻ അയന്റെ കേസിൽ 3d6 4s1. ഇനി നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ പോകണം, ഒരു ഇലക്ട്രോണും കൂടെ പോകുന്നതാണ്. ഇവിടെ ക്ലിയർ ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഇലക്ട്രോണിനെ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയുക എന്ന് പറയുന്നു. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹൈ എനർജി വേണം. അയോണൈസേഷൻ എൻതാൽപ്പി ഹയർ ആയിരിക്കും. അപ്പം സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഹയർ ആർക്കാണ് കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടെ ആർക്കെങ്കിലും സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ നിൽപ്പുണ്ടോ? ക്ലിയർ ആയിട്ട് നമുക്കറിയാം ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഇപ്പൊ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് അല്ലെ. 3d5 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്, മോർ സ്റ്റേബിൾ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്, മോർ എമൗണ്ട് ഓഫ് എനർജി ഇസ് നീഡഡ്. സോ അയോണൈസേഷൻ എൻതാൽപ്പി ഗ്രേറ്റർ ആണ്, അയോണൈസേഷൻ എൻതാൽപ്പി ഹയർ ആയിരിക്കും. സോ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഹയർ എന്ന് പറയുന്ന ആർക്കായിരിക്കും? ക്രോമിയത്തിനായിരിക്കും. സോ ദി ആൻസർ ഈസ് ക്രോമിയം. ബാക്കി എല്ലായിടത്തുനിന്നും നമുക്ക് ഈസിലി ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. Okay, thank you.